ഇന്റർവ്യൂല് പറഞ്ഞത് എനിക്ക് അവാർഡ് തന്നാലും ആവില്ല, അല്ലെങ്കിൽ പത്മഭൂഷൺ അവാർഡിന് വാല്യൂ ഇപ്പോൾ ഇല്ല എന്നൊക്കെയാണ്. നിങ്ങളിപ്പോ ഒരു വിവാദം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാം തൊഴിൽ അതാണല്ലോ. കാരണം എനിക്ക് അവാർഡുകൾ എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് പറയാൻ കാരണം, ഡൽഹി ബേസിസും അവിടുന്ന് ഇവിടുന്നും എല്ലാം ഡോക്ടറേറ്റ് തരാം, അവാർഡ് തരാം എന്നൊക്കെ പറഞ്ഞ ആളുകൾ വിളിക്കുകയും ക്ഷണിക്കുകയും മേടിക്കുകയും ചെയ്യുന്ന ആളുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ അവാർഡുകളുടെ എല്ലാം നിലവാരം പലപ്പോഴും താന്നു പോകുന്നുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഈ സന്ദർഭത്തിൽ ഈ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് അതിലൊരു വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്, ഈ നല്ല കാര്യം പറയുന്നതിനിടയ്ക്ക് നല്ലത് പറയാൻ പഠിക്കുക. നിങ്ങൾക്ക് വിവാദം സൃഷ്ടിച്ച് അതിൽ നിന്ന് റേറ്റ് വർദ്ധിപ്പിക്കാൻ നോക്കുന്നത് ശരിയല്ല. നേരത്തെ കോൺഗ്രസിന്റെ സർക്കാരൊക്കെ അധികാരത്തിലുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും കാലം കഴിഞ്ഞിട്ടാണ് വലിയ ബഹുമതി എത്തുന്നത്. അത് കോൺഗ്രസിന് മോശമൊന്നും അല്ലല്ലോ. ഓരോരുത്തർക്കും തോന്നുന്നത് അവർക്ക് ഇപ്പോൾ തോന്നി. ഞാൻ പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. ഇപ്പോൾ കോൺഗ്രസ്സുകാരിരുന്നപ്പോൾ അവരെല്ലാം മോശക്കാരാണെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല. കോൺഗ്രസ്സുകാർ ഒരുപാട് മരിച്ച് അവർ പലർക്കും കൊടുത്തു. അവർ കൊടുത്തവരെല്ലാം അത്ര മോശക്കാരല്ല. അവരെല്ലാം മാന്യന്മാരും മിടുക്കന്മാരും അർഹരുമായിരുന്നു. ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നു ഈ ഗവൺമെൻറ് എന്നപ്പോൾ. അപ്പോൾ ആ കൂട്ടത്തിൽ എന്നെ വരുത്തി അച്യുതാനന്ദനുകൊണ്ട് മരണശേഷം കൊടുക്കുന്നു. ഇപ്പോൾ തന്നെ മമ്മൂട്ടിക്ക് കൊടുക്കുന്നു. മോശമാണ് മമ്മൂട്ടി കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ എനിക്ക് കിട്ടുന്നു, അതേ സ്റ്റാൻഡേർഡ് കിട്ടുന്നു. ഞാൻ നോക്കിയപ്പോൾ വലിയ രസം തോന്നിയത്, അദ്ദേഹം ഞാൻ ഒരേ മാസത്തിൽ ചിങ്ങമാസം ജനിച്ച വിശാഖക്കാരന് ഒരേ രീതിയിൽ ഒരേ സ്ഥലത്ത് ഒരേ അവാർഡ് കിട്ടുന്നു. അപ്പോൾ ഒരു രസം എനിക്ക് തോന്നി എന്ന് മാത്രമേ ഉള്ളൂ. സംസ്ഥാന സർക്കാരാണ് അവാർഡ് ശുപാർശ ചെയ്തത്. എനിക്കറിയില്ല. ഞാൻ നിങ്ങളോട് സത്യം പറയുന്നത്, നിങ്ങളുടെ മുമ്പിൽ നിന്ന് അടുത്തുള്ള ദേവിയാണ് എനിക്കറിയാൻ പാടില്ല സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നോ, ഈ ആരെല്ലാം ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചെന്നോ ശുപാർശ ചെയ്തെന്നോ ഒരു കാര്യവും എനിക്കറിയില്ല. ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല. ഞാനതിനോട് ശ്രമിച്ചിട്ടില്ല. ആരോട് പറഞ്ഞിട്ടില്ല. സംസ്ഥാന ഗവൺമെൻറ്റിന് ശുപാർശ ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു സംസ്ഥാന ഗവൺമെൻറ്റിന് ശുപാർശ ചെയ്യണോ എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു തുരുമ്പൊക്കെ എനിക്ക് മനസ്സിലായാൽ എനിക്കൊന്നും അറിയില്ല. ഞാൻ വളരെ സർപ്രൈസായി. ഇപ്പോൾ ഇങ്ങനെ മാവേലിക്കരുന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അല്പം മുമ്പ് ഇങ്ങനെ TV കണ്ടത്. ഒരാൾ വിളിച്ചു വരുമ്പോൾ ഞാൻ അന്തം വിട്ടു. കാരണം ഇതൊക്കെ അർഹതയുണ്ടോ ഇല്ലയെന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. ഞാനിതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ വിലയും നിലയും എന്തുമാത്രം ഉണ്ടെന്നുള്ളതിനെപ്പറ്റി ഞാൻ വേണ്ടത്ര അറിവുള്ളവരല്ല. അതും മാത്രമല്ല, ഇതെല്ലാം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ഇതിനെയൊന്നും തിരക്കി അവാർഡ് സ്വീകരിക്കാൻ വേണ്ടിയിട്ടും അവാർഡിന് വേണ്ടിയിട്ടും ഞാനൊന്നും പ്രവർത്തിച്ചിട്ടില്ല. ഞാൻ എന്നെ സമുദായം ഏൽപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ സമൂഹം ഏൽപ്പിച്ചിട്ടുള്ള കസേര ഇരുന്നുകൊണ്ട് സത്യസന്ധമായി ഞാൻ എൻ്റെ കർമ്മം ചെയ്തു എന്ന് മാത്രമേ